ഈ ശബരിമലയെ ചോദ്യം ചെയ്യാൻ വന്ന ചിലരുണ്ട്. ചോദ്യം ചെയ്യലല്ല, ശബരിമലയെ ശരിക്കും തകർക്കാൻ വേണ്ടി വന്നവരാണ്. അവരെയാണ് കോടതി ഇപ്പം ചവിട്ടിക്കൂട്ടി മടക്കി ഇരുത്തിയിരിക്കുന്നത്. അതായത് ഭക്തരല്ലാത്ത നിങ്ങൾക്ക് അവിടുത്തെ ആചാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ എന്ത് അവകാശം? ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ആചാരവും അനുഷ്ഠാനവും ഉണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യം മാത്രമാണ് ശബരിമലയിലും ഉള്ളത്. അതിനെ ചോദ്യം ചെയ്യാൻ എന്ത് അവകാശം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭക്തരല്ലാത്തവർ അത് ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് ശബരിമലയെ തകർക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം 1950കളിൽ ശബരിമലയിലെ തീ വെച്ചു, ശബരിമല ക്ഷേത്രം മുഴുവൻ അല്ലേ. അതേപോലെ തന്നെ തീ വയ്ക്കുന്നതിന് തുല്യമാണ് ഈ യുവതീ പ്രവേശം നടത്തിയതും ഒക്കെ. അപ്പം സുപ്രീം കോടതിയുടെ അല്ലേ ഒരു അഭിപ്രായമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. അത് ശക്തമാകും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കോടതിയും ക്ഷേത്ര ആചാരങ്ങളുടെ കൂടെ തന്നെയായിരിക്കും എന്ന്. ചേട്ടൻ പറഞ്ഞത് കറക്റ്റ്. ഈശ്വര വിശ്വാസമില്ലാത്തവർ എന്തിനാണ് ഈശ്വരവിശ്വാസമുള്ള സൈഡുകളിൽ പോയി ഇത്തരം വിക്രിയകൾ കാണിക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലുള്ള ഈ 9 അംഗ ബെഞ്ചിലെ ഒരു ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് നാഗരത്ന ആ ഹർജി എടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. ഈ ഹർജി അന്നേ തള്ളാമായിരുന്നു അന്നത്തെ ജഡ്ജിമാർക്കെന്ന അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കൂലങ്കുഷമായ രീതിയിൽ ഈ സ്ത്രീകൾ കൊടുത്തിട്ടുള്ള ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ 9 അംഗ ബെഞ്ചിനെ ഏൽപ്പിച്ചത്. അപ്പോൾ അതിൽ ഈ സൂര്യകാന്ത് എന്ന് പറയുന്ന ജഡ്ജിയും ഈ നമ്മുടെ ജസ്റ്റിസ് നാഗരത്നയും വിരുദ്ധ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഇവർ ഈ ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ ശബരിമലയിൽ കയറി കളിച്ചതെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും വച്ച് നമുക്ക് നോക്കുകയാണ് എങ്കിൽ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇതിൽ വരുന്നത്. കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഇനിയും ബംഗാൾ പോലെ ആവരുത്, ത്രിപുര പോലെ ആവരുത്, ഇനിയും നമുക്കിവിടെ തുടർന്ന് ഭരിക്കണം. അതിന് കേരളത്തിൻ്റെ മതവിശ്വാസത്തിൽ പ്രത്യേകിച്ച് ഹൈന്ദവീയ വിശ്വാസങ്ങളെ തകർക്കുക എന്നുള്ള മോഹം കൊടുക്കുകയാണെങ്കിൽ ജിഹാദ് രാഷ്ട്രീയത്തിൻ്റെ പിന്തുണ ഇടതുപക്ഷത്തിന് കിട്ടുമെന്നൊരു വ്യാമോഹം ഈ 19 ഉപദേശകരുള്ളവരാരോ ഉപദേശിച്ചു കൊടുത്തതാണ് CM-നെ അബദ്ധം പറ്റിയത്. CM-ൻ്റെ അബദ്ധം മൊത്തത്തിൽ കുടുംബമായി പറ്റിയിരിക്കുന്നു. അവിടെ കയറി കളിച്ചതിൽ അവിടെ CM-ൻ്റെ വീട്ടിൽ ക്ലിഫ് ഹൗസിൽ തൊഴുത്ത് കെട്ടി പശുവിനെ വളർത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശം, തൊട്ടതെല്ലാം കേസ്, മകള് കേസ്, അദ്ദേഹത്തിന് കേസ്. ഇങ്ങനെ ഒരു CM ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നു എങ്കിലും ഉമ്മൻചാണ്ടിയുടെ മക്കൾക്ക് ഇത്തരം കേസുകളില്ല. അതേസമയം മകളെ പേരിന് കേസ്, മകൻ്റെ പേരിന് ED കേസ്, CBI കേസ്, അന്വേഷണത്തിൻ്റെ പരമ്പരയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ആ ശബരിമല സന്നിധാനത്ത് യുവതീ പ്രവേശനം നടത്തിയപ്പോൾ ശ്രീധർമ്മശാസ്താവായ കലിയുഗ വരദൻ പിണറായിക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും പാഠം പഠിക്കുന്നില്ലല്ലോ എന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ സുപ്രധാനമായ ജഡ്ജിമാരുടെ അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു. നമ്മളങ്ങനെ നിസ്സാരമായിട്ട് ജസ്റ്റിസ് നാഗരത്നയുടെ അഭിപ്രായം തള്ളുവാൻ പറ്റുകയില്ല. നിസ്സാരമായിട്ട് സൂര്യകാന്ത് ദേശായിയുടെ അഭിപ്രായവും തള്ളുവാൻ പറ്റുകയില്ല. ഈ 9 അംഗ ബെഞ്ചിന്റെ 2ാം ദിവസത്തെ വാദമാണ് അവസാനിക്കാനിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം. അപ്പൊ ഇതിപ്പം തുഷാർ മേത്ത വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഇപ്പൊ അറ്റോർണി ജനറൽ എന്നുള്ള നിലയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിന് വിരുദ്ധമായിട്ടാണ് 2 ജഡ്ജിമാരും പറഞ്ഞിരിക്കുന്നത്. അതേപോലെയാണ് 7 നിയമപ്രശ്നമാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ 7 നിയമപ്രശ്നത്തിലും ഇപ്പോൾ ഇത് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാഗരത്നയും നമ്മുടെ സൂര്യകാന്ത് ദേശായിയും എന്തുകൊണ്ട് അന്ന് ഇത് തുഷാർ മേത്തയ്ക്കോ അറ്റോർണി ജനറലിനോ ബഹുമാനപ്പെട്ട ജഡ്ജിമാരോട് തള്ളുവാൻ പറഞ്ഞുകൂടെയെന്ന്. ഇത്രയും ഈ ശബരിമല യുവതീ പ്രവേശന വിഷയം എന്തുമാത്രം കാശുകൾ വക്കീലന്മാർ തിന്നുന്നു, എന്തുമാത്രം കാശുകൾ റവന്യൂ ഇന്ത്യയുടെ നികുതികളിൽ കൂടുതലും ഈ ഒരൊറ്റ കേസിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഇവിടുന്ന് ഒരാൾ പോകാൻ രൂപ എത്രയാവും? ഹോട്ടൽ ചെലവ്,
അവരുടെ ആഹാരം, അവരുടെ സമയം, ഇത്രയും ഈ വർഷത്തെ ഇത്രയുമുള്ള വിചാരണയിലുള്ള സിറ്റിംഗ് ഫീസുകൾ, ഇതൊക്കെ ഈ കൊച്ചു സംസ്ഥാനത്ത് നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശബരിമല ധർമ്മശാസ്താവിൻ്റെ അവിടെ വരുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം തലക്കുഴിഞ്ഞിടുന്നത് കേസിന് വേണ്ടി ദേവസ്വം ബോർഡ് ചിലവാക്കുന്നില്ലേ? അത് പാവമല്ലേ? ഹിന്ദു ആചാര അനുഷ്ഠാന പ്രകാരം നമ്മുടെ ഹൈന്ദവ ധർമ്മ ബുക്കുകളിൽ പ്രത്യേകിച്ച് ഉപനിഷത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ തലക്കൊഴിഞ്ഞിടുന്ന ഓരോ പൈസയും അത് ഒരു കോടതിയുടെ മുമ്പിൽ അർപ്പിക്കുന്ന ദക്ഷിണയാണ്. ആ ദക്ഷിണയെടുത്ത് കേസ് പറയുന്നത് കൊണ്ടാണ് ശ്രീധർമ്മശാസ്താവ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ CM-ൻ്റെ കുടുംബത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ പണ്ടൊക്കെ നമ്മൾ പറയും, ക്ഷേത്രത്തിൽ പോയി ഗണപതിക്ക് തേങ്ങ അടിച്ചാൽ ആ തേങ്ങ എടുത്ത് കഴിക്കരുതെന്ന് പറയും. കാരണം എൻ്റെ ദോഷത്തിന് ഞാൻ അടിക്കുന്ന തേങ്ങ ഉടച്ച് വരുന്നത് ചേട്ടൻ എടുത്ത് കഴിക്കുമ്പം എൻ്റെ ദോഷം ചേട്ടന് കിട്ടും. ആ ഒരു അനുഭവമാണ് പിണറായിക്ക് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവരിപ്പോൾ സർക്കാർ കോടതിയിൽ അവരുടെ നിലപാട് മാറ്റി. എനിക്കിതിനകത്ത് ഞാൻ പിന്നെയും സംശയിക്കുന്നുണ്ട് പിണറായി വിജയനെ. ഇനി ഒരു പക്ഷേ മൂന്നാം വട്ടം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വാദമൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഏതെങ്കിലും തരത്തിലെങ്ങാനും കോടതി വിധി യുവതീ പ്രവേശം ആകാവുന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്നുകൂടെ പ്രാവർത്തികമാക്കാനായിട്ട് പിണറായി വിജയനെ പോലുള്ളവർ ശ്രമിക്കത്തില്ലേ? കാരണം തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് പിന്നെ തൻ്റെ അവസാനത്തെ ഊഴമാണ് എന്നുള്ള രീതിയിൽ ശബരിമലയെ വീണ്ടും തകർക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുമോ എന്നൊരു സംശയമുണ്ട്. എങ്കിൽ അയ്യപ്പ ആ കുടുംബത്തെ കുളം കോരിയിട്ടേ വിടുകയുള്ളൂ. ഏട്ടന് തന്നെ പല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറിയാം അല്ലേ? അവിടുന്ന് 5 പൈസ ആഹാരത്തിനോ യാത്രാപ്പടിക്കോ എടുക്കാം. ഉണ്ടാക്കുവാനോ കോടതി കേസിനോ കാശ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ കുടുംബത്തെ ശ്രീധർമ്മശാസ്താവ് കലിയുഗ വരദനാണ്. ഈ കലിയുഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചെന്നു പറയുവാൻ പോകുന്ന 18 പടികൾ കയറി 18 മലകൾ താണ്ടി നമ്മുടെ ആവലാദികൾ പറയുന്ന ഈ യുഗത്തിൽ നടക്കുന്ന ശാസ്താവാണ്. അപ്പോൾ ലൈവ് ദൈവമാണ്. ആ ലൈവ് ദൈവം പണി പിണറായിക്ക് കൊടുത്തിരിക്കും. ഇനി എന്തെങ്കിലും കൊണസ്റ്റ് ഇതിനകത്ത് ഒപ്പിക്കുകയാണെങ്കിൽ 1, 2 ഇങ്ങനെ ഒരു കൊണസ്റ്റ് ഒപ്പിക്കുവാൻ ഇനി അവരെ ഗവൺമെൻറ് വരുമെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ടാണ് കാലുമാറിയത്. കോടതിയിൽ ഇത്തരം വിചാരണകൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് CM-ൻ്റെ പത്രസമ്മേളനത്തിൽ പറയുന്നത് വലിയ ധൃതിയൊന്നുമില്ല, യുവതീ ശബരിമല കേസൊക്കെ ന്യായമായ രീതിയിൽ ഒതുക്കി തീർക്കണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. അതേസമയം പഴയകാല ക്ലിപ്പുകൾ ഉണ്ട് എങ്കിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കാം. യുവതിക്ക് എന്തുകൊണ്ട് അവിടെ കയറ്റിക്കൂടാ, നമ്മൾ കയറ്റിയേ ഒക്കുള്ളൂ എന്ന് കഴക്കൂട്ടം സ്ഥാനാർത്ഥി അന്നത്തെ ദേവസ്വം മന്ത്രിയും പറഞ്ഞു. യുവതീ പ്രവേശനം എന്തുകൊണ്ട് അവിടെ നടന്നുകൂടാ? അപ്പം ഇത് ഒരു വിഭാഗത്തെ മതവികാരത്തെ, ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാം എന്നുള്ള നിലയിലേക്ക് സംസ്ഥാന സർക്കാരിന് എത്തി. എനിക്കിതിൽ ഉള്ള ഒരു വൈരുദ്ധ്യമെന്ന് പറയുന്നത് 140 MLA-മാരിൽ എത്രയോ ഹിന്ദു MLA-മാരുണ്ട്. ഈ ബില്ലിനെക്കുറിച്ചോ ഇത്തരത്തിലൊരു പ്രശ്നം നടന്നപ്പോഴോ ഒരു ഹിന്ദു MLA നിയമസഭയിൽ ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ എന്നാണ്. അവിടെയാണ് ഹിന്ദു സംഘടനകളുടെയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും നിലപാട് വരുന്നത്. അതിൽ നമ്മുടെ സഞ്ജയേട്ടൻ എന്ന് പറയും വിചാരകേന്ദ്രത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ജന്മഭൂമിയിൽ എന്നൊരു ലേഖനം എടുത്തിട്ടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അലക്കുന്നത്. അദ്ദേഹം പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് എന്ത് നിലപാട് വേണോ വിധിന്യായം ചെയ്യാം, പക്ഷേ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ തന്ത്രിയുമായിട്ട് ആലോചിച്ചായിരിക്കണം, തന്ത്രിയുമായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാർ ആശയവിനിമയം ചെയ്യണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അങ്ങനെ സ്ത്രീകൾക്ക് കയറാമെങ്കിൽ ഇവരിപ്പോൾ പറയുന്നു RSS ആദ്യം അനുകൂലമായിരുന്നു. RSS വ്യക്തമായ നിലപാട് പ്രാന്തീയ തലത്തിലുള്ള അതിൻ്റെ ആൾക്കാർ പറഞ്ഞു. അവിടെ ഒരു ആചാരവും അനുഷ്ഠാനവും നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശാസ്താവ് അവിടെ ഇരിക്കുന്നത് ഋതുമതികളായ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും 50 വയസ്സ് 55 വയസ്സിന് അടുപ്പിച്ചുള്ളവർക്ക് അവിടെ പോകാൻ പാടുന്ന ഉള്ള ആചാരം അനുകൂലിച്ചു കൊണ്ടുള്ള അമ്മമാർക്ക് അവിടെ കയറാം. സ്പെസിഫിൻ അത് പറയുന്നു. അത് ഓർഗനൈസറിൽ വന്നിട്ടുണ്ട്, ജന്മഭൂമിയിൽ വന്നിട്ടുണ്ട്, കേസരിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ RSSകാർക്കത് പറയാം, കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്ത്രീകൾ അവിടെ കയറ്റിയിടെ. കമ്മ്യൂണിസ്റ്റുകാർ ഈ മെൻസസ് ആവുന്ന സ്ത്രീകളുടെ അവിടെ കയറ്റായി അനുവാദം കൊടുത്തിട്ടുണ്ടോ?
സ്ത്രീകൾ തന്നെ പറയുന്നു, അങ്ങനെ ഒരു സത്യസന്ധത ഉള്ള സത്യത്തിൻ്റെ സാക്ഷിയായ കലിയുഗവരദൻ്റെ ക്ഷേത്രത്തിൽ എങ്ങനെ ഋതുമതികളായ സ്ത്രീകൾ പ്രവേശിക്കുമെന്ന് പ്രമുഖ എഴുത്തുകാരി, അന്ന് വിധിന്യായത്തിലുണ്ടായിരുന്ന ഹിന്ദു മൽഹോത്ര എന്ന് പറഞ്ഞ ജഡ്ജി, അപ്പോഴാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഹിന്ദുവിന് അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടോ, ഹിന്ദുവിന് അങ്ങനെ ഒരു ആചാര്യനുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് മാധവജിയുടെ ക്ഷേത്ര ചൈതന്യ രഹസ്യമെന്നുള്ള പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഹിന്ദു മൽഹോത്ര വായിച്ചത്. ഇപ്പോൾ സത്യം ജനങ്ങൾക്ക് മനസ്സിലായി. കേരളത്തിലുള്ള ജിഹാദി വോട്ടുകളും മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന കേരളത്തിലുള്ള ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ശബരിമലയെ ദ്രോഹിച്ചതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് വോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ജനം അത് വിധി എഴുതും. 57-ൽ നമ്പൂതിരിപ്പാട് സാറ് ഇതാ പറഞ്ഞത്. നമ്പൂതിരിപ്പാട് സാറ് പറഞ്ഞു, എൻ്റെ പൂണുവൽ ഞാൻ വലിച്ചു പൊട്ടിച്ചിട്ട് വിപ്ലവത്തിലേക്ക് ഇറങ്ങിയ ബ്രാഹ്മണ കുടുംബത്തിലുള്ള ആളാണ്. അങ്ങനെ ബ്രാഹ്മണ കുല ജാതകനായിരുന്ന ആൾ 57-ൽ അവിടെ തീവയ്പ് നടത്തിയപ്പോൾ ആ ഒരു വിഭാഗത്തിനെ ഞാൻ പൊളിച്ചു പറയുന്നില്ല, ആ വിഭാഗത്തിൻ്റെ അന്വേഷണ കമ്മീഷൻ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് നമ്പൂതിരി സഖാവ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞിട്ട് കരുണാകരൻ സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അവിടെ നിലയ്ക്കൽ പ്രക്ഷോഭങ്ങൾ നടന്നു. ഈ പൂങ്കാവനത്തിൽ അങ്ങനെ വേറൊരു മതസ്ഥൻ്റെ ഇത് വരണ്ട എന്ന് പറഞ്ഞ സമരം ചെയ്തപ്പം അപ്പോൾ UDFും LDFും സംഘടിത മതന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ, ജിഹാദ് വോട്ടിനും ന്യൂനപക്ഷ വോട്ടിനും പ്രീതിപ്പെടുത്തുവാൻ രണ്ട് ഗവൺമെൻറ്റും ശബരിമലയെ ദുരുപയോഗം ചെയ്തു. അതുകൊണ്ടാണ്, ആ ദുരുപയോഗം ചെയ്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കരുണാകരൻ്റെ മക്കൾ ഗത്യന്തരമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആരും രക്ഷപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ EMSൻ്റെ കുടുംബം രക്ഷപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന കുടുംബം ഇന്ന് കേസുകളായിട്ട് പോകുന്നത്. ഇവിടെ ഒരു സത്യമുണ്ട്, ഇവിടെ ഒരു ധർമ്മമുണ്ട്. ഇവിടെ കലിയുഗ വരദൻ എന്ന് പറയുന്ന ഈ യുഗത്തിലെ ആ സ്വാമിയെ നാനാജാതി മതസ്ഥർ അവിടെ പോയി ആരാധിക്കുന്നതിന് ഒരു വിള്ളൽ വരികയില്ല എന്ന് ആ അയ്യപ്പൻ്റെ ശക്തിയാണ് ഈ ജഡ്ജിമാർ ആയിട്ടുള്ള നാഗരത്നയും സൂര്യകാന്ത് ദേശായിയും അതുപോലെ തന്നെ അറ്റോർണി ജനറൽ തുഷാർ മേത്തയ്ക്കും അതുപോലെ തന്നെ രാജീവ് ധവാനുമെല്ലാം ശാസ്താവ് മുകളിൽ നിന്ന് കൊടുക്കുന്ന അനുഗ്രഹം. അതുകൊണ്ടാണ് ഈ വിധികളിലും ജഡ്ജിമെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാവും. ലാസ്റ്റിൽ അതൊരു സത്യമായിട്ട് തന്നെ എത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.